പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് വൃദ്ധ ജീവനൊടുക്കിയെന്ന മാധ്യമ വാർത്തയ്ക്കെതിരെ ബന്ധുക്കൾ. കൊല്ലം നെടിയവിളയിൽ ഓമന ജീവനൊടുക്കിയത് മാനസിക ശാരീരിക പ്രശ്നങ്ങളെ തുടർന്നെന്ന് ഭർത്താവും മക്കളും. മരണം വെച്ച് രാഷ്ട്രീയം കളിക്കരുതെന്നും അപേക്ഷ. ഇതാണ് ശാസ്താംകോട്ട നെടിയവിളയിലെ ഓമനയുടെ വീട്. ഓമന ജീവനൊടുക്കിയത് പെൻഷൻ കിട്ടാത്തതുകൊണ്ട് എന്നായിരുന്നു പ്രചരണം. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ പ്രചരണം ഏറ്റെടുത്തു. ഇനി നമ്മൾ അന്വേഷിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ. കഴിഞ്ഞ ദിവസം കശുവണ്ടി തൊഴിലാളിയായ ഓമന ആത്മഹത്യ ചെയ്തു. മുൻനിര മാധ്യമം എന്ന് അവകാശപ്പെടുന്ന പത്രം പെൻഷൻ കിട്ടാത്തതിനാലാണ് ഓമന ജീവനൊടുക്കിയതെന്ന് എഴുതി. കൈരളി ന്യൂസ് ഇത് അന്വേഷിച്ച് ഓമനയുടെ വീട്ടിലെത്തി. ബന്ധുക്കളെ കണ്ടു. ഓമനയുടെ മക്കൾ രേണുകയും ബിന്ദുവും ഭർത്താവ് വേലായുധനും സത്യം പറഞ്ഞു. പെൻഷൻ്റെ യാതൊരു പ്രശ്നവും നമുക്കില്ല. പെൻഷൻ കിട്ടാഞ്ഞുകൊണ്ട് മരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ എന്താ സംഭവിച്ചതെന്നുള്ളത് ഞങ്ങളെയും ഒരു അപകടം പറ്റി കിടക്കുകയാണ്. നമ്മൾ പോയി കണ്ടേച്ച് വന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രായത്തിലായി അമ്മ എന്തിനു ആത്മഹത്യ ചെയ്ത് ഞങ്ങൾക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നലെ ഞങ്ങൾ ഈ രോഗം അറിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് അമ്മ ഈ രോഗം നമ്മളോട് പറയാതെ സ്വയം അമ്മ തീർന്ന് ഈ അച്ഛനെ നോക്കിയാൽ മതിയല്ലോ, അല്ലാതെ പെൻഷൻ കിട്ടുക പിന്നെ ആ കാശിൻ്റെ ബുദ്ധിമുട്ട് ഏത് വീട്ടിലാണ് ഉണ്ടാവാത്തത് എന്ന് പറഞ്ഞ് ഇതൊരു ആയുധമാക്കിക്കൊണ്ട് ആരും കിടന്ന് തമ്മിൽ തല്ലി ഒരു ബഹളം ഉണ്ടാകുന്നില്ല. ഇന്നൊരു ചാക്കാല വീടാണ് ഈ വീട്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പെൻഷൻ കിട്ടാത്തതിനാൽ വൃദ്ധയായ വീട്ടമ്മ ജീവനൊടുക്കിയെന്ന മാധ്യമ വാർത്തയും പ്രതിപക്ഷ നേതാവിന്റെ നുണയും വീണ്ടും ഒരിക്കൽ കൂടി പൊളിഞ്ഞു. രാഷ്ട്രീയ ലാഭത്തിന് തങ്ങളുടെ കുടുംബത്തെ വലിച്ചഴക്കരുതെന്ന് ഓമനയുടെ ബന്ധുക്കൾ അഭ്യർത്ഥിച്ചു. ഓമനയുടെ പട്ടട സാക്ഷി. തെരഞ്ഞെടുപ്പ് അടുത്തു. അതോടെ ഒന്നാന്തര സ്ഥാനം എന്നൊക്കെ അവകാശപ്പെടുന്ന ചില മാധ്യമങ്ങൾ വാർത്ത തെറ്റായി പ്രചരിപ്പിച്ചു. പെൻഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഓമന ജീവനൊടുക്കിയെന്നായിരുന്നു പ്രചരണം. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അത് ഏറ്റെടുത്തു. ഇലക്ഷൻ ചൂടാണ്, പക്ഷെ ഒരു കുടുംബത്തിൻ്റെ ദുഃഖം അവർ കണ്ടില്ല. യഥാർത്ഥ വസ്തുത മറ്റായിരുന്നു. പെൻഷൻ കിട്ടാത്തത് കൊണ്ടല്ല ഓമന ജീവനൊടുക്കിയതെന്ന് ഓമനയുടെ ഭർത്താവും 2 പെൺമക്കളും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. നെടുവിളയിൽ നിന്ന് ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.